അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 65-ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആ സീറ വീണ്ടും പുനരാരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് ബദർ വരെയുള്ള ചരിത്രമായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ ബദറിന് ശേഷം പിന്നീട് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള ശത്രുക്കളുടെ ഒരു വധശ്രമമാണ്. ആ രൂപത്തിലുള്ള വധശ്രമങ്ങൾ റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്തുടനീളം പല സന്ദർഭത്തിലായിട്ട് സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു ശ്രമം നടക്കുന്നത് ബദറിൻ്റെ അനന്തരം, ബദർ കഴിഞ്ഞ ഉടനെയാണ്. എന്താണ് ആ സംഭവം? മനോഹരമായിട്ടുള്ള സംഭവം സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഖുറൈശികൾ ആ പരാജയത്തിൻ്റെ വിഷമത്തിലാണ്. ആ സന്ദർഭത്തിലാണ് മക്കയിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ആ കഅബാലയത്തിൻ്റെ സമീപത്തിരുന്നു കൊണ്ട് അവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അവരല്ലാതെ മറ്റാരും അവിടെയില്ല. ആ രണ്ടാളുകൾ മാത്രമേ അവിടെയുള്ളൂ. ആ സംസാരിക്കുന്ന രണ്ടാളുകൾ, ഒന്നാമത്തെ വ്യക്തി ഉമൈർ ഇബ്നു വഹബൽ ജുമഹി എന്നറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തി നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള സഫ്വാൻ ഇബ്നു ഉമയ്യയാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യ ബിൻ ഖലഫ്, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ യജമാനായിട്ടുള്ള ഉമയ്യ ബിൻ ഖലഫിൻ്റെ മകനാണ്. അപ്പോൾ ഉമയ്യ ബിൻ ഖലഫും അയാളുടെ മറ്റൊരു മകനും രണ്ടാളുകളെയും ബദറിൽ മുസ്ലിങ്ങൾ വധിച്ചിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ രണ്ടാളുകൾ അവിടെ ഇരുന്ന് ബദറിലെ കഷ്ടനഷ്ടങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ അവർ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമൈർ ബിൻ വഹബൽ ജുമഹിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു മകൻ ബദറിൽ പങ്കെടുത്തിരുന്നു. അവർ മുസ്ലിങ്ങളായ ആ മകനെ യുദ്ധത്തടവുകാരനായിട്ട് മദീനയിൽ പിടിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ മകനെ മോചിപ്പിക്കണമെങ്കിൽ വലിയൊരു മോചനദ്രവ്യം അയാൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ തുക നൽകാൻ അയാൾ സന്നദ്ധനല്ല, എന്തോ ഒരു കാരണത്താൽ. അപ്പോൾ ഈ രണ്ടാളുകൾക്കും അതിൽ കടുത്ത വിദ്വേഷമുണ്ട്. ഉമൈറിനെ സംബന്ധിച്ചിടത്തോളം മകനെ മുസ്ലിങ്ങൾ ബന്ദിയാക്കിയതിലുള്ള ദേഷ്യം, സഫ്വാനെ സംബന്ധിച്ചിടത്തോളം സഫ്വാൻ്റെ പിതാവിനെയും സഹോദരനെയും മുസ്ലിങ്ങൾ ബദറിൽ വധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഉമൈർ ഇബ്നു വഹബ് സഫ്വാനോട് പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടാൻ കഴിയാത്ത ഒരുപാട് കടബാധ്യതകളുണ്ട്. അതേപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയെല്ലാം പട്ടിണിയാകുന്നുള്ള ആ ഭയം, ഈ രണ്ട് കാരണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഥ കഴിച്ചേനെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ പോകാൻ നല്ലൊരു ന്യായമുണ്ട്. കാരണം മകൻ്റെ ആ ഒരു കാരണവും പറഞ്ഞ് എനിക്ക് മദീനയിൽ പോവുകയും ചെയ്യാം. അങ്ങനെ പോയി രഹസ്യമായിട്ട് ആ ഒരു മിഷൻ നടപ്പിലാക്കി എനിക്ക് തിരിച്ചു വരികയും ചെയ്യാം. പക്ഷേ ഈ രണ്ട് കാരണങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ്, അതാണ് എന്നെ പോകാൻ തടയുന്നത്. അത് കേട്ട ഉടനെ സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് വല്ലാത്ത സന്തോഷം തോന്നാണ്. കാരണം അവരുടെ കൊടിയ ശത്രുവായിട്ടുള്ള മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വകവരുത്താൻ തയ്യാറായി മുന്നിൽ ഒരാൾ നിൽക്കുകയാണ്. അയാൾ എന്തും നൽകി അയാളെ സഹായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സഫ്വാനെ സംബന്ധിച്ചിടത്തോളം സഫ്വാൻ ഇബ്നു ഉമയ്യ വലിയ ധനികനാണ്. ഉമയ്യ ബിൻ ഖലഫ് മക്കയിലെ പ്രധാനപ്പെട്ട ധനികരിൽ ഒരാളാണ്. അപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞു, ഓ ഉമൈർ, നിങ്ങളുടെ ആ കടബാധ്യത മുഴുവൻ ഞാൻ ഏറ്റെടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യം ഞാൻ ഏറ്റെടുത്ത്. അവരൊരിക്കലും പട്ടിണിയാകാൻ പോകുന്നില്ല. എനിക്ക് സമ്പത്തും ആരോഗ്യമുള്ള കാലം അത്രയും എൻ്റെ മക്കളെ ഞാൻ ഏത് രൂപത്തിലാണോ നോക്കുന്നത് അതേ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മക്കളെയും നോക്കാം. ഇത് രണ്ടും ഞാൻ ഏൽക്കുകയാണെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ താങ്കൾ പോയി ആ മുഹമ്മദിനെ വധിക്കാൻ സന്നദ്ധനാണോ? അപ്പോൾ ഉമൈർ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഏറ്റു. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ രണ്ടാളല്ലാതെ മൂന്നാമതൊരാൾ ഈ ഒരു മിഷനെ സംബന്ധിച്ച് അറിയാൻ പാടില്ല. അങ്ങനെ അവർ രണ്ടാളും രഹസ്യമാക്കി വെക്കുമെന്ന് രണ്ടാളും പ്രതിജ്ഞ ചെയ്ത് അവരവിടെ നിന്ന് പിരിയാണ്. അങ്ങനെ ഉമൈർ നേരെ വീട്ടിലേക്ക് പോയി അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും നല്ല വാളെടുത്ത് ആ വാൾ നന്നായി മൂർച്ചയാക്കി. അതിനുശേഷം അയാൾ ആ വാളിന് ചുറ്റും വിഷം പുരട്ടി. കാലഘട്ടത്തിലുള്ളൊരു സമ്പ്രദായമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിഷം പുരട്ടി ശരീരത്തിൽ ഒരു ചെറിയൊരു മുറിവുണ്ടായാൽ തന്നെ ഒരാൾ മരിക്കുന്ന രൂപത്തിലുള്ള വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വീര്യമുള്ള വിഷമെല്ലാം ആ വാളിൽ പുരട്ടി ആ വാളെല്ലാം അയാൾ റെഡിയാക്കി. അതിനുശേഷം അയാൾ മെല്ലെ വീട്ടിൽ ഭാര്യയും മക്കളും പോലും അറിയാതെ അതിരഹസ്യമായിട്ട് വീട്ടിൽ നിന്നും അയാൾ ഇറങ്ങി ആ മദീനെ ലക്ഷ്യമാക്കി അയാൾ കുതിക്കുകയാണ്. 2 ആഴ്ചയോളം ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഏകാന്തനായി ദിവസങ്ങളോളം യാത്ര ചെയ്ത് അയാൾ മദീനയിലെത്തുകയാണ്. ഇപ്പോൾ മരുഭൂമിയിലൂടെ ഒരാൾ ദിവസങ്ങളോളം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ ആ മുഖമെല്ലാം അവർ മൂടിക്കെട്ടും. ആ കണ്ണൊഴികെയുള്ള ഭാഗം മണ്ണും മറ്റും ആകുന്നത് കാരണം ആ രൂപത്തിൽ അയാൾ മുഖം കെട്ടിയിട്ടുണ്ട്.
അതേപോലെ തന്നെ അയാളുടെ ആ കഴുത്തിൽ ആ വാളും അയാൾ തൂക്കിയിട്ടിട്ടുണ്ട്. ആ രൂപത്തിലാണ് അയാളുടെ വരവ്. അപ്പോൾ മദീനയിൽ എത്തിയ ഉടനെ തന്നെ അയാൾ റസൂലുള്ളാഹിനെ അന്വേഷിച്ച് ആ പള്ളി മസ്ജിദ് നബവി ലക്ഷ്യാക്കി അയാൾ നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ പള്ളിയുടെ സമീപത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒരുപറ്റം സ്വഹാബികളും അവിടെ അവർ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്ന് ഒരാൾ പള്ളി ലക്ഷ്യമാക്കി നടന്നു വരുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ശ്രദ്ധയിൽപ്പെടാൻ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആളെ പിടികിട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദൽ കൽബ് ഹാദ അദുവല്ലാഹി ഉമൈർ. ആ നടന്നു വരുന്നത് അള്ളാഹുവിൻ്റെ ശത്രുവായിട്ടുള്ള ഉമൈറാണ് നടന്നു വരുന്നത്. വല്ലാഹി മാ ജാ ഇല്ലാ ലിശർ. അവൻ്റെ വരവിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ദീർഘവീക്ഷണം പ്രസിദ്ധമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തോ ഒരു ദുരുദ്ദേശം വെച്ചിട്ടാണ് അയാൾ വരുന്നത്. ഒരുപക്ഷെ ബദറിലുള്ള ആ നഷ്ടത്തിന് പകരം വീട്ടാനോ മറ്റോ ആയിരിക്കും. അതുകൊണ്ടാണ് അവൻ്റെ കഴുത്തിൽ അവന് വാളെല്ലാം തൂക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് അൻസാറുകൾ ഓടുകയാണ് റസൂലുള്ളാഹിനെ സംരക്ഷിക്കാൻ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു ഭയം ഉണ്ടായിരുന്നില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് റസൂലുള്ളാഹിനോട് കാര്യവും പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു അയാളെ ഉള്ളിലേക്ക് കടത്തിവിടുക. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അയാളെ പിടിച്ച് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വാളിലും കൈവച്ച് റെഡിയായിട്ട് തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു അവിവേകം അയാൾ പ്രവർത്തിക്കുമോ എന്നുള്ള ഭയം കാരണം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ എത്തിയ ഉടനെ തന്നെ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അഭിവാദ്യ വാക്യം പറഞ്ഞു, അൻഇം സ്വബാഹൻ, അതായത് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ സുപ്രഭാതം. ആ രൂപത്തിലുള്ള ഒരു വഹിയ തഹിയ്യത്തു അഹ്ലിൽ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു അഭിവാദ്യ വാക്യം അയാൾ റസൂലുള്ളാഹിനോട് പറയുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പ്രതികരിച്ചു, അത് അക്രമനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ നല്ലൊരു അഭിവാദ്യ വാക്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്നുള്ള ആ മനോഹരമായിട്ടുള്ള അഭിവാദ്യ വാക്യം. അത് റസൂലുള്ളാഹി പറഞ്ഞു, വഹിയ തഹിയ്യത്തു അഹ്ലിൽ ജന്ന, അത് സ്വർഗവാസികളുടെ ഒരു അഭിവാദ്യ വാക്യമാണ്, അത് ഞങ്ങൾക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ ഒരു അവസരം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. അതിനുശേഷം റസൂലുള്ളാഹി ചോദിച്ചു, ഫമാ ജാ ബിക യാ ഉമൈർ, ഓ ഉമൈർ, താങ്കളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അയാൾ വളരെ കൂളായിട്ട് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾ ആ തടവിൽ ബന്ദിയാക്കി വെച്ചിട്ടുള്ള എൻ്റെ മകനെ മോചിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ ബാലു സൈഫി ഫി ഉനുഖിക്, അങ്ങനെയാണെങ്കിൽ മകനെ മോചിപ്പിക്കാൻ വന്നതാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ കഴുത്തിൽ വാള് തൂക്കിയിട്ടിട്ടുള്ളത്? അപ്പോൾ ആ സന്ദർഭത്തിൽ ഉമൈർ ഒന്നും അറിയാത്തതുപോലെ ഭാവിക്കാൻ, ഓ വാള്, അത് ഞാൻ യാത്രയിലൊരു സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചതായിരുന്നു, ഇവിടെ എത്തിയപ്പോൾ അത് ഊരി വെക്കാൻ, ഞാൻ അഴിച്ചു വെക്കാൻ മറന്നതാണ്. ആ രൂപത്തിൽ ഒന്നും അറിയാത്തതുപോലെ അയാൾ ഭാവിക്കാൻ. ആ സന്ദർഭത്തിൽ വീണ്ടും റസൂലുള്ളാഹി ചോദിച്ചു, ഫമാ ജാ ബിക യാ ഉമൈർ, ഓ ഉമൈർ, താങ്കൾ എന്തിനാണ് വന്നത്? അയാൾ വീണ്ടും അതേ മറുപടി ആവർത്തിക്കാൻ. അയാൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാ ജിഅ്തു ഇല്ലാ ലിദാലിക്, അതിനു വേണ്ടിയല്ലാതെ, അതല്ലാതെ മറ്റൊരു ഉദ്ദേശം എൻ്റെ വരവിന് പിന്നിലില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈർ, താങ്കളും സഫ്വാനും മക്കയിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് നേരം സംസാരിച്ചില്ലേ? നിങ്ങൾ ആ ബദറിൽ വന്ന നഷ്ടത്തെ, അസ്ഹാബുൽ ഖലീബിനെ സംബന്ധിച്ച്, ആ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ നിങ്ങളുടെ അനുയായികളെ സംബന്ധിച്ച് നിങ്ങൾ രണ്ടാളും ആ ഓർമ്മകൾ അവിടെ വെച്ച് അയവിറക്കിയില്ലേ? ആ സന്ദർഭത്തിൽ നീ സഫ്വാനോട് ഇന്ന കാര്യങ്ങൾ, അതായത് എൻ്റെ കുടുംബവും അതേപോലെ തന്നെ എൻ്റെ കടബാധ്യതയും ഓർത്തിട്ടാണ്, അതല്ലായിരുന്നെങ്കിൽ ഞാൻ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വകവരുത്തിയനെ എന്ന് നീ പറഞ്ഞതും, ആ സന്ദർഭത്തിൽ സഫ്വാൻ അത് രണ്ടും ഏറ്റെടുത്തതും, അതിനുശേഷം ആ ഒരു മിഷൻ നടപ്പിലാക്കാനുള്ള വരവല്ലേ, അതിനു വേണ്ടിയിട്ടല്ലേ താങ്കൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഈ ഒരു ചോദ്യം, അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ചോദ്യം, ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹിയെ അത്യധികം അത്ഭുതപ്പെടുത്തുകയാണ്. അതായത് അതീവ രഹസ്യമായിട്ട്, പരമരഹസ്യമായിട്ട് അവർ പ്ലാൻ ചെയ്ത ഈ ഒരു മിഷൻ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞത്? ആ ഒരു സംസാരം, അവരുടെ സംസാരം ഒരിക്കലും മൂന്നാമതൊരാൾ കേട്ടിട്ടില്ല. ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ മദീനയിലെത്തി അത് വിവരമറിയിക്കാനുള്ള, ആ വിവരം കൈമാറാനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ ഒരു അല്പനേരത്തെ മൗനത്തിന് ശേഷം ഉമൈർ ഉടനെ തന്നെ അയാൾ പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. അയാൾ ഉടനെ തന്നെ അയാൾ അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് അയാൾ സാക്ഷ്യം വഹിക്കാൻ. ശേഷം അയാൾ പറയണോ, പ്രവാചകരെ, താങ്കൾ മക്കയിൽ വെച്ച് പല സന്ദർഭത്തിലും വഹി ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞ സന്ദർഭത്തിലെല്ലാം ഞാനതിനെ നിഷേധിച്ചു, ഞാനതിനെ പരിഹസിച്ചു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എനിക്കത് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും എൻ്റെ കാര്യത്തിൽ എനിക്കത് ബോധ്യപ്പെട്ടു. ഞങ്ങളുടെ സംഭാഷണം, ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം തീർച്ചയായിട്ടും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊരാളും താങ്കൾക്ക് അതിനെ സംബന്ധിച്ചുള്ള വിവരം നൽകില്ല. സുബ്ഹാനല്ലാഹ്. അവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു ആയത്ത്,
സൂറത്ത് മുജാദലയുടെ ആരംഭത്തിൽ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ, ആകാശലോകത്തും ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. മാ യകൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഅഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവിടെ നിങ്ങൾ 2 ആൾ തമ്മിലുള്ള സംസാരം, അവിടെ 3-ാമനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. 3 ആളുള്ള സംസാരം 4-ാമനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. ഇനി നിങ്ങൾ ഒറ്റക്കാണെങ്കിലും വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ ഒറ്റക്കാണെങ്കിലും നിങ്ങൾ ഒറ്റക്കല്ല, സദാസന്ദർഭത്തിലും നിരീക്ഷകനായിട്ട്, എല്ലാം കേൾക്കുന്നവനായിട്ട്, എല്ലാം കാണുന്നവനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആയത്തിൻ്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അറിയുന്നവനാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ ഒരു ചോദ്യം കേട്ട ഉടനെ തന്നെ അത് ബോധ്യപ്പെട്ട് ആ സത്യം സ്വീകരിക്കാൻ അയാൾ സന്നദ്ധാവാണ്. അയാൾ ആത്മാർത്ഥമായിട്ട് തെറ്റിദ്ധരിച്ച ആളുകളുടെ കൂട്ടത്തിലായിരുന്നു. അതായത് മക്കയിൽ നിരവധി ആളുകൾ ഇതേ രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് തെറ്റിദ്ധരിച്ച ആളുകളുണ്ടായിരുന്നു. അതേ സന്ദർഭത്തിൽ മറുവശത്ത് ആ സത്യമാണെന്ന് 100% സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് സ്വീകരിക്കാൻ സന്നദ്ധരല്ലാത്ത അബൂജഹലിനെ പോലെ, അബൂലഹബിനെ പോലെയുള്ള ഒരു കാറ്റഗറിയാണ് മറുവശത്തുള്ളത്. അതിൽ ആത്മാർത്ഥമായിട്ട് തെറ്റിദ്ധരിച്ച ആളുകളെല്ലാം പിന്നീട് ആ ദീനിലേക്ക് കടന്നു വരുന്നൊരു ചിത്രമാണ് മുന്നോട്ടുള്ള ചരിത്രത്തിലെല്ലാം കാണാൻ സാധിക്കുന്നത്. അവിടെ നമ്മൾ സമകാലികവുമായിട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പോലും ഇതായിരുന്നു സ്ഥിതിയെങ്കിൽ, അതായത് റസൂലുള്ളാഹിൻ്റെ കൂടെ സമകാലികരായിട്ട് ജീവിച്ച ആളുകൾ, അവർ ഇസ്ലാമിനെ സമ്പൂർണ്ണമായിട്ട് രൂപത്തിൽ അവർ ഇസ്ലാമിനെ കാണുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഒരൊറ്റ വർഷം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. അതുമാത്രമല്ല, അവർ കാണുന്ന ആളുകളിലെല്ലാം ആ ദീൻ അതേ രൂപത്തിൽ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇതെല്ലാമായിട്ടും ചില ആളുകൾ അവിടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, സമകാലിക ലോകത്ത് നമ്മൾ ദീൻ, അതായത് ഇസ്ലാമിൻ്റെ എത്ര വെർഷനുകളാണ് ഇവിടെയുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കാണുന്നത്, എത്ര വിഭാഗങ്ങളായിട്ടാണ് മുസ്ലിങ്ങളുള്ളത്. അതുമാത്രമല്ല, കാണുന്ന ആളുകളിൽ എത്ര ശതമാനം ആളുകളിലാണ് യഥാർത്ഥത്തിലുള്ള ദീനുള്ളത്. അതുമാത്രമല്ല, അതിനു പുറമെ നിരന്തരം ആ ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ മീഡിയകളിലൂടെയും മറ്റും നിരന്തരം ശത്രുക്കൾ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നടുവിൽ നിന്നും ഒരാൾ ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ച് പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അത്തരം ആളുകളെ ബുദ്ധിപരമായിട്ട് അവരെ പറഞ്ഞ് വിവേകത്തോടുകൂടെ ഈ ദീനിലേക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ ഇസ്ലാം പ്രതിഫലിപ്പിച്ചുകൊണ്ട് അവരെ ഈ ദീനിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിവേകപൂർണമായിട്ടുള്ള സമീപനം. അതല്ലാതെ വികാരത്തോടുകൂടെയുള്ള നമ്മുടെ എടുത്തുചാട്ടങ്ങൾ, ഇതേ രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് തെറ്റിദ്ധരിച്ച ആളുകളെ അവരെ കൂടുതൽ ദീനിൽ നിന്നും അകറ്റാൻ അത്തരത്തിൽ വികാരപരമായിട്ടുള്ള സമീപനങ്ങൾ കാരണമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചരിത്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ആ ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹി അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കണം. മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു കാര്യം, ഏറ്റവും കൗതുകപ്പെടുന്ന ഒരു കാര്യം, അയാൾ അങ്ങോട്ട് വന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് അയാളെ കണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് വാളും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഒന്ന് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഉമർ റളിയല്ലാഹു അൻഹുവും ഇതേ രൂപത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മക്കീ കാലഘട്ടത്ത് ഇതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ഒരു സുപ്രഭാതത്തിൽ ആ ഊരിപ്പിടിച്ച വാളുമായിട്ട് കടന്നു വന്ന വ്യക്തിയായിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയം പിന്നീട് ഇസ്ലാം കീഴടക്കുന്നൊരു ചിത്രമാണ് അവിടെ നമ്മൾ കണ്ടത്. ഇവിടെയും സമാനമായിട്ടുള്ളൊരു ചരിത്രമാണ് ആവർത്തിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ആ തോളിൽ അല്ലെങ്കിൽ ആ കഴുത്തിൽ വാളും തൂക്കി വന്ന വ്യക്തി, അയാൾ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചതുപോലെ തന്നെ അയാൾ അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത്. ഈ ഒരു ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ സാന്ദർഭികമായിട്ട് ഓർത്തുപോയ പരിശുദ്ധ ഖുർആനിൽ കടന്നു വരുന്ന സമാനമായിട്ടുള്ളൊരു ഭാഗം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് ത്വാഹയിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഫിർഔൻ്റെ കൊട്ടാരത്തിൽ, ഫിർഔൻ അക്കാലഘട്ടത്തെ ഏറ്റവും വലിയ മജീഷ്യന്മാർ സാഹിറുകളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അവർ നടത്തിയ മത്സരം, അവർ ആ വടി നിലത്തിട്ട സന്ദർഭത്തിൽ അത് പാമ്പായി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം അത് നിലത്തിട്ട സന്ദർഭത്തിൽ അത് ഒറിജിനൽ സർപ്പങ്ങളായിട്ട് മാറാണ്. ആ കാഴ്ച കണ്ട ഉടനെ തന്നെ അവർക്ക് മനസ്സിലായി ഇതൊരിക്കലും മാജിക് അല്ല, ഇത് ഒറിജിനലാണ്. അത് കണ്ട ഉടനെ തന്നെ അവർ സൂറത്ത് ത്വാഹയുടെ 70-ാമത്തെ വചനത്തിൽ അത് കണ്ട ഉടനെ തന്നെ അൽഖിയ സഹറത്തു സുജ്ജദൻ ഖാലു ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ, ആ കാഴ്ച കണ്ട ഉടനെ തന്നെ ആ സാഹിറുകൾ അവർ സുജൂദിലേക്ക് വീഴാണ്. സുബ്ഹാനല്ലാഹ്.
ആ സന്ദർഭത്തിൽ ഫിർഔൻ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഖാല ആമൻതും ഖബല അൻ ആദന ലക്കും, ഞാൻ നിങ്ങൾക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെങ്ങനെയാണ് വിശ്വസിക്കുക? ഈ രൂപത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് മുഴുവൻ പാഠമാകുന്ന രൂപത്തിൽ നിങ്ങളെ കയ്യും കാലെല്ലാം വിട്ട് ഞാൻ നിങ്ങളെ കുരിശിലേറ്റുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തുന്നു. ആ ഭീഷണിക്കൊന്നും വഴങ്ങാതെ അവരവിടെ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു ചിത്രം അവിടെ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അവിടെ വെച്ചുകൊണ്ട് ഫിർഔൻ അവരെ വധിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനോഹരമായിട്ട് അതിനെ സംബന്ധിച്ച് അതിനെ വിശദീകരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അസ്ബഹു സഹറൻ വ അംസു ഷുഹദ. സുബ്ഹാനല്ലാഹ്. അതായത് അവർ പ്രഭാതത്തിൽ അവർ നിഷേധികളായിട്ടുള്ള സാഹിറുകളായിരുന്നു. അതേ സന്ദർഭത്തിൽ വൈകിട്ട് അവർ ഏറ്റവും ഉന്നത റാങ്ക് കൈവരിച്ച ശുഹദാക്കളായിട്ടാണ് അവർ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചത്. രാവിലെ അവർ സാഹിറായിരുന്നു, പക്ഷേ വൈകുന്നേരമായ സന്ദർഭത്തിൽ അവർ ശുഹദാക്കളായിട്ട് മാറാണ്. സമാനമായിട്ട് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വന്ന വ്യക്തി, അയാൾ കാഫിറായിട്ട് വധിക്കാൻ വേണ്ടി വന്ന വ്യക്തി പ്രഭാതത്തിൽ ആ രൂപത്തിൽ വന്ന് അയാൾ മടങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ അയാൾ ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും ഉന്നത റാങ്ക് കൈവരിച്ചൊരു സ്വഹാബിയായിട്ട് മാറാണ്. സുബ്ഹാനല്ലാഹ്. അയാൾ ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫഖിഹു അഖാക്കും ഫിദ്ദീൻ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് നിങ്ങൾ ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. വഅല്ലിമുഹുൽ ഖുർആൻ, നിങ്ങൾ അയാൾക്ക് ഖുർആൻ പഠിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ വഅത്ലിഖു വസീറഹു, അയാളുടെ ആ ബന്ദിയെ നിങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അയാൾക്ക് എല്ലാം ലഭിക്കുകയാണ്. അങ്ങനെ ഒരു അല്പ ദിവസം ഉമൈർ ആ മദീനയിൽ സ്വഹാബികളോടൊപ്പം ആ മദീനയിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. പ്രധാനപ്പെട്ട കർമ്മങ്ങളും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ്റെ ഭാഗങ്ങളെല്ലാം അയാൾ ഒരു അല്പ ദിവസം കൊണ്ട് അയാൾ പഠിച്ചെടുക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും റസൂലുള്ളാഹിനെ സമീപിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ, ഇത്രയും കാലം ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രകാശം കെടുത്താൻ വേണ്ടി പരിശ്രമിച്ചവനായിരുന്നു. മുസ്ലിം ആയതിൻ്റെ പേരിൽ പല ആളുകളെയും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും എനിക്കതിനെല്ലാം തിരിച്ചു ചെയ്യണം. അതായത് ഇനിയുള്ള കാലമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രകാശം പരത്താൻ വേണ്ടി, അതല്ലെങ്കിൽ മക്കയിലേക്ക് തിരിച്ചുപോയി എൻ്റെ വീട്ടുകാർക്കും ഗോത്രക്കാർക്കും സുഹൃത്തുക്കൾക്കെല്ലാം ഈ ഒരു സത്യം എനിക്ക് പകർന്നു കൊടുക്കണം. ഇനിയുള്ള കാലം ഈ ദീനിന് വേണ്ടി എനിക്ക് ജീവിക്കണം. അതിനു വേണ്ടി ഞാനതിന് ആ മക്കയിലേക്ക് തിരിച്ചു പോകട്ടെ. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുമതി ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് തിരിച്ചു പോകാനുള്ള അനുമതി നൽകുകയാണ്. പ്രത്യേകം മനസ്സിലാക്കുക, ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹി, അദ്ദേഹം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലെങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ദുർബലനായിട്ടുള്ള ഒരാളല്ല, പ്രധാനപ്പെട്ട കുടുംബാംഗമാണ്. അതുകൊണ്ട് തന്നെ ഖുറൈശികളിൽ നിന്നും വലിയ ആക്രമണങ്ങളൊന്നും അയാൾ ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി അയാൾക്ക് തിരിച്ചു പോകാനുള്ള അനുമതി നൽകുകയാണ്. അങ്ങനെ അയാൾ സന്തോഷത്തോടു കൂടെ ഒരു പുതിയ വ്യക്തിയായി മക്കയിലേക്ക് ആ സത്യത്തിൻ്റെ പ്രകാശവുമായിട്ട് അയാൾ മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. അതേ സന്ദർഭത്തിൽ മറുവശത്ത് ഉമൈർ വന്നതിന് ശേഷം മക്കയിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഉമൈർ രഹസ്യമായിട്ട് പോയി ദിവസങ്ങൾ പിന്നിട്ടു. സ്വാഭാവികമായിട്ടും വീട്ടുകാരും സുഹൃത്തുക്കളും നാട്ടുകാർക്കിടയിലെല്ലാം അതൊരു സംസാര വിഷയമായി. ഉമൈർ എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. അവർ നാട് മുഴുവൻ പരതിക്കൊണ്ടിരിക്കുകയാണ്. ആ ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം സഫ്വാൻ ഇബ്നു ഉമയ്യ, അയാൾക്ക് കൃത്യമായിട്ടെല്ലാം അറിയാം. സഫ്വാൻ ഇബ്നു ഉമയ്യ മക്കക്കാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഉമൈറിൻ്റെ കാര്യത്തിൽ ഒരാളും വിഷമിക്കേണ്ടതില്ല, അയാൾ തീർച്ചയായിട്ടും സുരക്ഷിതമായ ഒരു അല്പ ദിവസം കൊണ്ട് അയാൾ തിരിച്ചെത്തും. പക്ഷേ അയാൾ വെറുങ്കയോടെയല്ല തിരിച്ചു വരിക, അയാളിൽ നിന്നും നല്ലൊരു വാർത്ത നിങ്ങൾ മുഴുവൻ കേൾക്കാനിരിക്കുകയാണ്. ആ വാർത്ത അതൊരു സസ്പെൻസാണ്. അത് മക്കയിലുള്ള മുഴുവൻ ആളുകളെയും സന്തോഷിപ്പിക്കും, പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ. കാരണം ബദറിൻ്റെ ഒരു പരാജയത്തിൻ്റെ ക്ഷീണത്തിലാണ് അവരുള്ളത്. ആ വാർത്ത നിങ്ങളെല്ലാം കേൾക്കാനിരിക്കുകയാണ്. നിങ്ങളെല്ലാം സന്തോഷിപ്പിക്കുന്നൊരു വാർത്തയുമായിട്ടായിരിക്കും ഉമൈർ തിരിച്ചു വരിക എന്നുള്ള ഒരു സസ്പെൻസ് സഫ്വാൻ മക്കയിലുള്ള മുഴുവൻ ആളുകളോടും പറയുകയാണ്. അങ്ങനെ ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹി മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വലിയൊരു ന്യൂസായിട്ടാണ് വരുന്നത്. ആ വാർത്ത കേട്ട് മക്കക്കാർ ഒന്നടങ്കം ഞെട്ടുകയാണ്. അയാൾ കൊണ്ടുവന്ന വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു എന്നായിരുന്നില്ല, മറിച്ച് അയാൾ മുസ്ലിമായി എന്നുള്ള വാർത്തയാണ് മക്കക്കാർ മുഴുവൻ കേട്ട് ഞെട്ടിയത്. സ്വാഭാവികമായിട്ട് ആ വാർത്ത അദ്ദേഹത്തെ പറഞ്ഞയച്ച സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ ചെവിയിലെത്തുകയാണ്. അത് അറിഞ്ഞ ഉടനെ തന്നെ സഫ്വാൻ ഇബ്നു ഉമയ്യ അങ്ങേയറ്റം അയാൾക്ക് കോപം വരികയാണ്. കാരണം വധിക്കാൻ വിട്ടയാൾ മുസ്ലിമായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ആ വാർത്ത കേട്ട ഉടനെ സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കോപം കാരണം സഫ്വാൻ പറഞ്ഞു, ഇനി മരണം വരെ ഉമൈറുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല,
ഇനി ഒരിക്കൽ പോലും അയാളോട് ഞാൻ ജീവിതത്തിൽ സംസാരിക്കില്ലെന്ന് സൊഫ്വാൻ ആ വാർത്ത കേട്ട ഉടനെ തന്നെ അവിടെ വെച്ച് ശപഥം ചെയ്യാണ്. ഉമൈർ ബിൻ വഹബൽ ജുമഹി റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചെത്തിയ ഉടനെ തന്നെ ആ സത്യപ്രബോധനം ആരംഭിക്കുകയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഫഅസ്ലമ അലാ യദൈഹി നാസുൻ കസീറുൻ, അദ്ദേഹത്തിൻ്റെ കൈകളാൽ നിരവധി ആളുകൾ ആ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു അല്പകാലത്തിന് ശേഷം ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിൽ നിന്നും വീണ്ടും മദീനയിലേക്ക് പോകുന്നു. പിന്നീടുള്ള കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം മദീനയിൽ ജീവിക്കുകയാണ്. അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ലഭിക്കാൻ വേണ്ടി നമ്മളൊരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. ഹിജ്റ വർഷം 8 നമുക്കറിയാം മക്ക വിജയം സംഭവിക്കുന്നുണ്ട്. ആ മക്ക വിജയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും വിജയികളായിട്ട് മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ ഈ ഉമൈർ ബിൻ വഹബൽ ജുമഹി റളിയല്ലാഹു അൻഹുവും കൂടെ ഉണ്ടായിരുന്നു. മക്കയിലെത്തിയ ഉടനെ തന്നെ ഉമൈർ തൻ്റെ പഴയ കൂട്ടുകാരൻ സൊഫ്വാൻ അന്വേഷിക്കുകയാണ്. പക്ഷേ സൊഫ്വാൻ റസൂലുള്ളാഹി എത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെട്ടിരുന്നു. കാരണം മക്ക വിജയ സന്ദർഭത്തിൽ മാപ്പ് നൽകാത്ത എണ്ണപ്പെട്ട ചില ആളുകളുടെ ലിസ്റ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് 6ഓളം ആളുകൾക്ക് മാപ്പില്ലെന്ന് റസൂലുള്ളാഹി പറഞ്ഞിരുന്നു. ആ 6-ൽ ഒരാൾ താനായിരിക്കുമെന്ന് സൊഫ്വാൻ ഇബ്നു ഉമയ്യ ഉറച്ചു വിശ്വസിച്ചിരുന്നു. കാരണം പ്രധാനമായിട്ട് അയാളുടെ പിതാവ് ഉമയ്യ ബിൻ ഖലഫ് മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിയാണ്. അത് മാത്രമല്ല സൊഫ്വാൻ ഇബ്നു ഉമയ്യ അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ അത്രയേറെ ക്രൂരതകളെല്ലാം അയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ താൻ ഉണ്ടാകുമെന്നുള്ള ഭയം കാരണം അദ്ദേഹം നേരത്തെ തന്നെ മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ ഉമൈർ നിരവധി ദിവസങ്ങളോളം സൊഫ്വാനെ തെരഞ്ഞു, പക്ഷേ കണ്ടെത്താനായില്ല. അവസാനം ഈ ഒരു വിവരം അറിഞ്ഞു, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വധിക്കുമോ എന്നുള്ള ഭയം കാരണം രക്ഷപ്പെട്ടതാണെന്നുള്ള വിവരം ഉമൈറിന് അറിയാൻ സാധിച്ചു. അതറിഞ്ഞ ഉടനെ തന്നെ ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഓ പ്രവാചകരെ, സൊഫ്വാൻ ഇബ്നു ഉമയ്യക്ക് താങ്കൾ സംരക്ഷണം നൽകുമോ? ഞാൻ അയാളെ കൊണ്ടുവരാം, പക്ഷേ നിങ്ങൾ അവന് സംരക്ഷണം നൽകുമോ? അതാണ് ഉമൈർ ചോദിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ സംരക്ഷണം അയാൾക്കുണ്ട്, ഒരാളും ഉപദ്രവിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈറിന് വാക്ക് നൽകുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകം മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ ആ ലിസ്റ്റിൽ സൊഫ്വാൻ ഇബ്നു ഉമയ്യയുടെ പേരുണ്ടായിരുന്നില്ല. അയാളത് തെറ്റിദ്ധരിച്ചിട്ടാണ് അയാളെ രക്ഷപ്പെട്ടത്. അങ്ങനെ ഒളിവിലാണ്. അങ്ങനെ ഉമൈർ വീണ്ടും ദിവസങ്ങളോളം തേടി അവസാനം സൊഫ്വാൻ ഇബ്നു ഉമയ്യയെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടെത്തുകയാണ്. ചിന്തിച്ചു നോക്കുക, അതായത് അത്രയേറെ ആത്മാർത്ഥമായിട്ട് തൻ്റെ സഹോദരനെ ദിവസങ്ങളോളം അയാൾ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അവസാനം സൊഫ്വാൻ ഇബ്നു ഉമയ്യയെ ഉമൈർ കണ്ടെത്തുന്നു. ഉമൈർ അയാളുമായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ശപഥമെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു നിസ്സഹായ അവസ്ഥയിൽ അതെല്ലാം അയാൾ മറന്നു. അങ്ങനെ സൊഫ്വാനോട് ഉമൈർ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. അവസാനം സൊഫ്വാൻ ഇബ്നു ഉമയ്യക്ക് അതായത് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് ആ സത്യത്തിൻ്റെ വെളിച്ചം സ്വീകരിക്കാൻ അയാളുടെ മനസ്സും ആ സന്ദർഭത്തിൽ പാകപ്പെട്ടിരുന്നു. സുബ്ഹാനല്ലാഹ്. രണ്ടുപേരും തിരിച്ചു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് സൊഫ്വാൻ ഇബ്നു ഉമയ്യ റസൂലുള്ളാഹിൻ്റെ സമീപത്ത് വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി ആ ഗൂഢമായിട്ടുള്ള പ്ലാൻ ചെയ്ത ഈ രണ്ട് വ്യക്തികളും റസൂലുള്ളാഹിൻ്റെ അനുയായികളായിട്ട് മാറുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഈ ഒരു സംഭവത്തിൻ്റെ അന്ത്യത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ റസൂലുള്ളാഹിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഹിജ്റ വർഷം 2 ബദർ കഴിഞ്ഞ ഉടനെ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹമാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സന്താനങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിവാഹം വിശദീകരിച്ച സന്ദർഭത്തിൽ 12ാമത്തെ ഭാഗത്താണെന്ന് തോന്നുന്നു നമ്മളൊരു സ്ലൈഡെല്ലാം വെച്ച് അവിടെ അത് വിശദീകരിച്ചിരുന്നു. ആ ഒരു മെമ്മറി റീഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ആദ്യ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയിലാണ്. ഖദീജ റളിയല്ലാഹു അൻഹയിൽ മൊത്തം 6 സന്താനങ്ങൾ റസൂലുള്ളാഹിക്ക് ജനിക്കുന്നുണ്ട്. സ്ലൈഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. ആദ്യത്തെ, അതായത് 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. അതിൽ ആദ്യമായിട്ട് ജനിക്കുന്ന ഒരു ആൺകുട്ടിയാണ് ഖാസിം റളിയല്ലാഹു അൻഹു. അവർ വളരെ നേരത്തെ തന്നെ ചെറുപ്പത്തിൽ തന്നെ അവർ മരണപ്പെടുന്നു. അതിനുശേഷം പിന്നീട് 4 പെൺകുട്ടികൾ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന. ഈ 4 പെൺകുട്ടികളാണ് പിന്നീട്. അതിനുശേഷം അവസാനമായിട്ട് വീണ്ടും ഒരു ആൺകുട്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അവരും വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അവരും വഫാത്താവുകയാണ്. അപ്പോൾ ഈ 6 ആളുകളാണ് ഖദീജ റളിയല്ലാഹു അൻഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. അതെല്ലാം മക്കി കാലഘട്ടത്താണ് ഈ 6 സന്താനങ്ങളും ജനിക്കുന്നത്.
പിന്നീട് അതിന് പുറമെ മദീനൻ കാലഘട്ടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിച്ച ഏക സന്താനം അത് ഇബ്രാഹിം എന്നുള്ളൊരു കുട്ടി, അത് മാരിയ ഉമ്മുൽ വലദ്, മാരിയയിൽ ജനിച്ച ഇബ്രാഹിം എന്നുള്ളൊരു കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജനിക്കുന്നുണ്ട്. അവരും വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അവരും ഈ ലോകത്തോട് വിട പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊത്തം 7 സന്താനങ്ങൾ, 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ജീവിതകാലത്ത് സന്താനങ്ങളായിട്ട് ലഭിച്ചത്. അതിൽ പെൺകുട്ടികളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹ, നമുക്കറിയാം അവരാണ് ആദ്യമായിട്ടുണ്ടായ പെൺസന്താനം. അവർ വിവാഹം കഴിക്കുന്നത് അബുൽ ആസ് ബിൻ റബിയയാണ്. അബുൽ ആസ് ബിൻ റബിയയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ അവസാന ഭാഗത്ത് പോലും നമ്മൾ ബദറായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വിശദീകരിച്ചത് ഓർക്കുന്നുണ്ടാകും. അബുൽ ആസ് ബിൻ റബിയയെ യുദ്ധത്തടവുകാരനായിട്ട് പിടികൂടിയതും സൈനബ് റളിയല്ലാഹു അൻഹ ഒരു നെക്ലസ് കൊടുത്തയച്ച സംഭവമെല്ലാം നമ്മൾ വിശദീകരിച്ചിരുന്നു. അതാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. അതിനുശേഷം പിന്നീടുള്ള 2 സന്താനങ്ങൾ റുഖയ്യ, ഉമ്മു കുൽസൂം, ഈ 2 ആളുകളെയും നുബുവത്തിന് മുമ്പ് തന്നെ നമുക്കറിയാം അബൂലഹബിൻ്റെ 2 മക്കളുമായിട്ട്, അതായത് ഉത്വൈബ അബൂലഹബിൻ്റെ 2 മക്കളായിട്ട് നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ചതായിരുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി. ആ സത്യപ്രബോധനം ആരംഭിച്ചതോടുകൂടെ അബൂലഹബ് ശത്രുവായിട്ട് മാറി ഈ 2 മക്കളെയും വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. അതോടുകൂടി ആ വിവാഹം മുടങ്ങി. അതിനുശേഷം റുഖയ്യ റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. ആ റുഖയ്യ റളിയല്ലാഹു അൻഹ ബദറിൻ്റെ വിജയദിനം അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അത് നമ്മൾ അവസാനത്തെ ഭാഗത്ത് പറഞ്ഞിരുന്നു. ഒരേ സമയം ആ ബദറിൻ്റെ വിജയദിനം അവർ സന്തോഷിച്ചു. പക്ഷേ അതേ സന്ദർഭത്തിൽ അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ദുഃഖം റസൂലുള്ളാഹിൻ്റെ മകൾ റുഖയ്യ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞതും അതേ ദിനമായിരുന്നു. അതിനുശേഷം വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് തൻ്റെ അടുത്ത മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ വീണ്ടും റസൂലുള്ളാഹി വിവാഹം കഴിച്ചു. അതുകൊണ്ടാണ് ആ ദുന്നൂറൈൻ എന്നുള്ള അപരനാമെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കാനുള്ള കാരണം. അത് നമുക്ക് പിന്നീട് പറയാം. ഇനി അതിൽ ബാക്കിയുള്ളത്, വിവാഹം കഴിക്കാൻ ബാക്കിയുള്ള ഒരു പെൺസന്താനം, അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റസൂലുള്ളാഹിൻ്റെ മകളാണ്. അപ്പോൾ തുടക്കത്തിൽ ആ സത്യപ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ ഫഅൻദിർ അശീറതകൽ അഖ്റബീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരസ്യപ്പെടുത്താൻ, കുടുംബാംഗങ്ങളിലേക്കും മറ്റും പരസ്യപ്പെടുത്താനുള്ള കൽപ്പന വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി മുഴുവൻ കുടുംബാംഗങ്ങളെയും വിളിച്ച ആ ഒരു സന്ദേശം കൈമാറിയ സന്ദർഭത്തിൽ 2 ആളുകളുടെ പേര് മാത്രമാണ് റസൂലുള്ളാഹി എടുത്തു പറഞ്ഞത്. അതൊന്ന് റസൂലുള്ളാഹിൻ്റെ ഈ ഒരു പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടേതാണ്. മറ്റൊന്ന് സൊഫിയ റളിയല്ലാഹു അൻഹയാണ്. സൊഫിയ റളിയല്ലാഹു അൻഹ അതായത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. അമ്മായിമാരിൽ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് സൊഫിയ റളിയല്ലാഹു അൻഹയുമായിട്ടായിരുന്നു. അതുമാത്രമല്ല, പല സന്ദർഭത്തിലും ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടുള്ള ഇഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു പറയുന്നുണ്ട്. ഒരു മോഷണ കേസിൽ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു പ്രമാണി അല്ലെങ്കിൽ ഒരു സ്ത്രീ അകപ്പെട്ട സന്ദർഭത്തിൽ ചില ആളുകൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വന്ന സന്ദർഭത്തിലും റസൂലുള്ളാഹി അവിടെയും പറയുന്നുണ്ട്, എൻ്റെ മകൾ എൻ്റെ കരളിൻ്റെ കഷ്ണമായിട്ടുള്ള ഫാത്തിമയാണ് ഈ തെറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ ആ നീതി നടപ്പിലാക്കുമെന്നുള്ളത്. അതായത് അങ്ങേയറ്റാണത്. അത്രയേറെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആയിട്ടുള്ള ആ ഫാത്തിമ ചെയ്താൽ പോലും അവിടെ നീതി തുല്യമായിരിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി മറ്റൊരു സന്ദർഭത്തിലും ഇന്നഹാ ബദ്അത്തും മിന്നി, ഫാത്തിമ അവൾ എൻ്റെ ഒരു കഷ്ണാണ്, അവളെ എന്തെങ്കിലും ഒരു കാര്യം വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെയും വിഷമിപ്പിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മറ്റെല്ലാ സന്താനങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റുള്ള മുഴുവൻ സന്താനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ അവർ വിട്ടുപിരിയുന്നുണ്ട്. ഞാൻ പറഞ്ഞ 3 ആൺകുട്ടികൾ അവർ നന്നേ ശൈശവത്തിൽ തന്നെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. മറ്റുള്ള 3 പെൺകുട്ടികൾ, 3 പുത്രിമാർ അവർ യൗവനത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ അവർ വഫാത്താവുകയാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ കൂടെ ഉണ്ടായിരുന്ന ഏക പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വർഗ്ഗ പരമ്പര നിലനിർത്തിയതും ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. അതിനെല്ലാം പുറമെ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചാണ് അവർ ചെറുപ്പം മുതലേ വളരുന്നത്. ബാല്യത്തിൽ പിതാവിന് നേരെയുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് പലതും അവർ സാക്ഷിയായിരുന്നു. അതേപോലെ തന്നെ ആ ഉപരോധ കാലഘട്ടം, ക്രൂരമായിട്ടുള്ള 2-3 വർഷക്കാലഘട്ടത്തിൽ ആ ഉപരോധ കാലഘട്ടത്തിലൂടെയും അവർക്ക് കടന്നു പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ 10 വയസ്സാകുന്ന സന്ദർഭത്തിൽ തന്നെ പ്രിയപ്പെട്ട മാതാവ് ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയാണ്. ഉമ്മ മരണപ്പെടുന്ന സന്ദർഭത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പിതാവിന് താങ്ങും തണലായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയായിരുന്നു കൂടെ. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പരിചരിക്കുന്നുണ്ട്. പീഡനങ്ങളും മറ്റും പിതാവ് ഏറ്റുവാങ്ങി വന്നതിന് പല സന്ദർഭത്തിലും മകള് സാക്ഷിയായിരുന്നു. ഓർക്കുന്നുണ്ടാകും, മക്കി കാലഘട്ടത്ത് ആ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ ഒരു മുതുകിൽ ചാർത്തിയ സന്ദർഭത്തിൽ ആ ഭാരം കാരണം റസൂലുള്ളാഹിക്ക് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വന്ന സന്ദർഭത്തിൽ ആ കാഴ്ച കണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട് വിവരം അറിയിക്കാൻ. ആ സന്ദർഭത്തിൽ വീട്ടിലാകെ ഉണ്ടായിരുന്നത് ആ കൊച്ചു ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമായിരുന്നു. അവർ ഓടി വന്ന് ആ പിഞ്ചു കുഞ്ഞായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടി വന്ന് റസൂലുള്ളാഹിൻ്റെ ആ ഒരു ശരീരത്തിൽ നിന്നും ആ ചീഞ്ഞളിഞ്ഞ കുടൽമാല അവർ എടുത്തു മാറ്റുന്നുണ്ട് കരഞ്ഞുകൊണ്ട്. അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷവും അവർ ഫാത്തിമ റളിയല്ലാഹു അൻഹ തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, ലാ തബ്കി ഇന്നല്ലാഹ നാസിറുൻ അബാക്കി. ഓ മോളെ, പൊന്നു മോളെ, നീ കരയാതിരിക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിൻ്റെ ഉപ്പയെ തീർച്ചയായിട്ടും സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പറഞ്ഞു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ നീചപ്രവൃത്തി ചെയ്ത് തൻ്റെ മകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ രൂപത്തിൽ അപമാനിച്ച ആളുകൾക്കെതിരെ റസൂലുള്ളാഹി അവിടെ വെച്ചുകൊണ്ട് കൈ ഉയർത്തുന്നുണ്ട്. അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ. റസൂലുള്ളാഹി അവിടെ കൈകൾ ഉയർത്തി 7 ആളുകൾക്കെതിരെ റസൂലുള്ളാഹി അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ 7 ആളുകളും ബദറിൽ നിലം പതിച്ചതാണ് ഒരല്പം മുമ്പ് നമ്മൾ കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന ആ രൂപത്തിലായിരുന്നു സ്വീകരിച്ചത്. റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ആ കഷ്ടപ്പാടുകൾക്കിടയിൽ താങ്ങും തണലായിട്ട് അവർ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ ലോകത്തെ ഏറ്റവും ഉത്തമ സ്ത്രീകളായിട്ട് 4 ആളെ എണ്ണിയ സന്ദർഭത്തിൽ 2 ആളുകൾ മുന്നേയുള്ള തലമുറകളിൽ മറിയം റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ ആസിയ റളിയല്ലാഹു അൻഹ, അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞ 2 ആളുകൾ, ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹയും അതേപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. കാരണം അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് താങ്ങായിട്ട് ഈ 2 ആളുകൾ റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൾ, അതിനേക്കാൾ ഉപരി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ തനി പകർപ്പായിരുന്നു. അതായത് റസൂലുള്ളാഹിൻ്റെ ഒരു ഫീമെയിൽ കോപ്പി എന്നുള്ളത് പോലെ അവരുടെ മുഖവും ചിരിയും സംസാരവും നടത്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റം സാദൃശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തുർമുദി ധരിക്കുന്ന ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ റഅയ്തു അഹദൻ അഷ്ബഹ സംതൻ. അതായത് നടത്തത്തിലും ഇരുത്തത്തിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഫാത്തിമയേക്കാൾ സാദൃശ്യമുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള. അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് എല്ലാ അർത്ഥത്തിലും അവർക്ക് സാദൃശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു അവർ തമ്മിലുള്ള സ്നേഹം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് കയറി വന്നാൽ റസൂലുള്ളാഹി എത്ര തിരക്കിലാണെങ്കിലും ഏത് തിരക്കിലാണെങ്കിലും റസൂലുള്ളാഹി എഴുന്നേറ്റ് പോയി അവളെ ചുംബിച്ച് കൂടെ ഇരുത്തും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. തിരിച്ചും ഫാത്തിമ റളിയല്ലാഹു അൻഹയും അതേ രൂപത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഏത് തിരക്കിലാണെങ്കിലും എത്ര ആളുകൾക്കിടയിലാണെങ്കിലും റസൂലുള്ളാഹിനെ കണ്ടാൽ ഓടി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ചുംബിച്ച് കൂടെ ഇരുത്തും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീന വിട്ട് പുറത്തു പോകുന്ന സന്ദർഭത്തിൽ, മദീന വിട്ട് ഏത് സന്ദർഭത്തിൽ റസൂലുള്ളാഹി പുറത്തു പോകുകയാണെങ്കിലും അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സന്ദർശിക്കുന്ന വീട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടായിരിക്കും. അതേപോലെ തന്നെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ, മദീനയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോകുന്നത് മകളുടെ വീട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കായിരുന്നു. അത്ര പ്രിയപ്പെട്ടവളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ചിന്തിച്ചു നോക്കുക, ഒരു പിതാവ് ഇത്രയേറെ ഒരു മകളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള സ്നേഹം കാണിക്കുന്നത് ഏതൊരു സമൂഹത്തിലാണ്? ചിന്തിച്ചു നോക്കുക. നമ്മൾ ഇന്നുപോലും ചെയ്യാത്ത രൂപത്തിലുള്ള സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ് ആ പിതാവും ആ മകൾക്കും ഇടയിൽ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമൂഹത്തെ സംബന്ധിച്ച്, ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ജനിച്ചു വീണ ഉടനെ തന്നെ പെൺമക്കളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നഹലിൻ്റെ 58-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. ഒരു പെൺസന്താനം ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം കറുക്കുന്ന രൂപത്തിൽ, ആ രൂപത്തിലുള്ള ഒരു സമൂഹത്തിൽ നിന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത്രയും വലിയ ഒരു മാതൃക ലോകത്തിന് നൽകിയത്. സുബ്ഹാനല്ലാഹ്. അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ടവളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിൻ്റെ ആ പ്രിയപ്പെട്ട മകൾ ഈ ഒരു സന്ദർഭത്തിൽ വിവാഹപ്രായം എത്തി നിൽക്കുകയാണ്. റസൂലുള്ളാഹിനെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ആ സമൂഹത്തിൽ
റസൂലുള്ളാഹിനോട് എല്ലാ അർത്ഥത്തിലും രൂപത്തിലും ഭാവത്തിലെല്ലാം സാദൃശ്യം പുലർത്തുന്ന ആ മകളെ, അല്ലെങ്കിൽ റസൂലുള്ളാഹി അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആ മകളെ സ്വന്തമാക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അപ്പോൾ തീർച്ചയായിട്ടും റസൂലുള്ളാഹിൻ്റെ ഏറ്റവും അടുത്ത അനുചരന്മാരായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം അത് ആഗ്രഹിച്ചു, അവരതിന് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലെല്ലാം റസൂലുള്ളാഹി അവരോട് ഇൻതളിർ ബിഹൽ ഖളാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി ഞാൻ കാത്തു നിൽക്കുകയാണ്, ആ രൂപത്തിൽ റസൂലുള്ളാഹി അവരെ പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു അനുചരൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ വീട്ടിലായിരുന്നു ചെറുപ്പകാലത്തെല്ലാം. പിന്നീട് ഹിജ്റ കഴിഞ്ഞതോടുകൂടെ അലി റളിയല്ലാഹു അൻഹു ഒരല്പം പ്രായമായതോടുകൂടെ അലി റളിയല്ലാഹു അൻഹു സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ ഞാൻ വീട്ടിലേക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയ സന്ദർഭത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പ്രായം ചെന്ന സ്ത്രീ വീട്ടിലുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഹൽ അലിംത അന്ന ഫാത്തിമ ഖദ് ഖുതിബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ മോക്ക് കല്യാണം നോക്കുന്ന വിവരം ഓ അലി നീ അറിഞ്ഞോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, നീ ഒന്ന് പോയി, അതായത് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ പോയി നീ ഒന്ന് ചോദിച്ചു നോക്ക്, നിനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ തരുമായിരിക്കും. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനെങ്ങനെ പോകാനാണ്? കാരണം അലി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോലും നൽകിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് നൽകുക? അത് മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല, വിവാഹം കഴിക്കാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളത്? അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും നീ പ്രശ്നമാക്കണ്ട, നീ ഒന്ന് പോയി ചോദിച്ചു നോക്ക്, തീർച്ചയായിട്ടും റസൂലുള്ളാഹി നിനക്ക് അവളെ തരാതിരിക്കില്ല. അപ്പോൾ അവരൊരുപാട് നിർബന്ധിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ചിന്തിച്ചു നോക്കുക, ചെറുപ്പം മുതൽ ആ വീട്ടിൽ കളിച്ചു വളർന്നതാണ്. റസൂലുള്ളാഹിൻ്റെ ഒരു പിതൃതുല്യ സ്ഥാനത്താണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാണുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടോടുകൂടെ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പ്രവേശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ പോയിരുന്നു. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഹംതു, എനിക്ക് യാതൊന്നും പറയാൻ കഴിഞ്ഞില്ല, എനിക്ക് ആ ഒരു ജാള്യത, ആ ഒരു ലജ്ജ കാരണം എൻ്റെ വായിൽ നിന്നൊരു അക്ഷരം വരുന്നില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അലി ഹൽ ലക മിൻ ഹാജ, എന്താണ് അലി, എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വീണ്ടും തലപൊക്കി, പക്ഷേ വായിൽ നിന്നും യാതൊന്നും വരുന്നില്ല, പൂർണ്ണ നിശബ്ദതയാണ്. യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു പ്രയാസം മനസ്സിലാകും. ചിന്തിച്ചു നോക്കുക, അലി റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലെല്ലാം ധീരമായി പോരാടുന്ന ധീരയോദ്ധാവാണ്, അതേപോലെ തന്നെ മനോഹരമായിട്ട് സംസാരിക്കുന്ന പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ്. പക്ഷേ വിവാഹക്കാര്യം വന്ന സന്ദർഭത്തിൽ യാതൊന്നും പറയാൻ കഴിയാത്ത രൂപത്തിൽ വല്ലാത്തൊരവസ്ഥയിൽ റസൂലുള്ളാഹിൻ്റെ മുന്നിലിരിക്കുകയാണ്. അത്രയും സമർത്ഥമായിട്ട് സംസാരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ നിശബ്ദനാകണമെങ്കിൽ അതിൻ്റെ കാര്യം ഒരു സ്മാർട്ടായിട്ടുള്ളൊരു പിതാവിന് കൃത്യമായിട്ട് മനസ്സിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ മർറാത്ത് 3 തവണയും അലി റളിയല്ലാഹു അൻഹു നിശബ്ദമായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി 3ാമത്തെ തവണ അങ്ങോട്ട് ചോദിച്ചു, ലഅല്ലക ജിഅത തഖ്തുബു ഫാത്തിമ, നിങ്ങൾ ഫാത്തിമ ആലോചിക്കാൻ വേണ്ടി വന്നതാണോ? ആ ഒരു ചോദ്യം കേട്ട സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന് അങ്ങേയറ്റം ആശ്വാസമാവാണ്. റസൂലുള്ളാഹി ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലുള്ളാഹി, അതെ, അതിനു വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹി ഉടനെ തന്നെ ചോദിച്ചു, ഹൽ ഇൻദക മിൻ ഷൈഇൻ തസ്തഹില്ലുഹാ ബിഹി, നിങ്ങളുടെ കയ്യിൽ വല്ല തുകയുണ്ടോ മഹറായിട്ട്? മകളെ നൽകാൻ ഞാൻ സന്നദ്ധനാണ്, പക്ഷെ മഹറായിട്ട് നൽകാൻ വല്ലതും കയ്യിലുണ്ടോ? ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വല്ലാഹി, എൻ്റെ കയ്യിലൊന്നുമില്ല. ഉടനെ തന്നെ റസൂലുള്ളാഹി വീണ്ടും എളുപ്പമാക്കി കൊടുക്കുക, റസൂലുള്ളാഹി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് ബദർ യുദ്ധത്തിൽ ഓഹരിയായിട്ട് ഞാൻ നൽകിയ അതായത് ആ പടയങ്കി നിൻ്റെ കയ്യിലില്ലേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അത് പോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക, എന്നിട്ട് അത് കിട്ടിയ വിലയുമായിട്ട് നിങ്ങൾ തിരിച്ചു വരിക. അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടു കൂടെ, കാരണം എല്ലാം എളുപ്പമായി. അലി റളിയല്ലാഹു അൻഹു ആ ബദർ യുദ്ധത്തിൽ ഓഹരിയായിട്ട് കിട്ടിയ പടയങ്കിയായിട്ട് അത് വിൽക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടു കൂടെ മാർക്കറ്റിലേക്ക് പോവാണ്. ശേഷം റസൂലുള്ളാഹി വീട്ടിനകത്തേക്ക് പോയി മകളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് കാര്യം പറയുകയാണ്, ഇന്നയാളൊരു പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ട്, എന്താണ് നിൻ്റെ അഭിപ്രായം? എന്നിട്ട് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്, ഇന്നഹു അവ്വലു അസ്ഹാബി സലമൻ, നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ച എൻ്റെ അനുയായിയാണ്, വ അക്സറുഹും ഇൽമൻ വ അഅ്ളമുഹും ഹിൽമ, നല്ല വിജ്ഞാനമുള്ള വ്യക്തിയാണ്, അതേപോലെ തന്നെ നല്ല ക്ഷമയുള്ള ആളാണ്. റസൂലുള്ളാഹി ക്വാളിറ്റി ആയിട്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ക്വാളിറ്റികൾ പറഞ്ഞു നോക്കുക. അപ്പോൾ റസൂലുള്ളാഹി അവിടെ സമ്പത്തിനല്ല പ്രാമുഖ്യം നൽകുന്നത്, മറിച്ച് ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതിന് ശേഷം റസൂലുള്ളാഹി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സമ്മതം ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ അഭിപ്രായം? അപ്പോൾ നമുക്കറിയാം, വിവാഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനം
അവർ നിർബന്ധമായിട്ടും സ്ത്രീകളുടെ സമ്മതം വാങ്ങേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസാഇൻ്റെ 19-ാമത്തെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയിലും തുർമുദിയിലെല്ലാം ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസിലും റസൂലുള്ളാഹി പറഞ്ഞു, കന്യകകളെ അവരുടെ സമ്മതം ചോദിക്കാതെ ഒരിക്കലും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ സ്ത്രീകളോട് അവരുടെ സമ്മതം വാങ്ങേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് ആ കാര്യത്തിലുള്ള സമ്മതം ചോദിക്കുകയാണ്. ഇപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് കേട്ട സന്ദർഭത്തിൽ നിശബ്ദമായിട്ട് മൗനമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഒരല്പം മുമ്പ് അലി റളിയല്ലാഹു അൻഹു സമാനായിട്ട് മുന്നിൽ വന്നു നിന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യം മനസ്സിലായി. മറ്റൊരു ഹദീസ് ഇവിടെ ചേർത്ത് വായിക്കുക. റസൂലുള്ളാഹി പറയുന്നുണ്ട്, സ്ത്രീകൾ അവരുടെ സമ്മതം എന്നുള്ളത് മൗനാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, സ്ത്രീകൾ അവരുടെ ലജ്ജ കാരണം പല സന്ദർഭത്തിലും അവർ സമ്മതം മൗനരൂപത്തിലാണ് നൽകുക. അത് രക്ഷിതാക്കൾക്ക് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് കൃത്യമായിട്ട് രക്ഷിതാക്കൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ മകളുടെ അനുമതി വാങ്ങുകയാണ്. അതേ സന്ദർഭത്തിൽ മറുവശത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ പടയങ്കിയായിട്ട് സന്തോഷത്തോടു കൂടെ മാർക്കറ്റിലേക്ക് പോവാണ്. മാർക്കറ്റിൽ പോയ സന്ദർഭത്തിൽ അവിടെ വെച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമുക്കറിയാം റസൂലുള്ളാഹിൻ്റെ മറ്റൊരു മരുമകനാണ്. അത് മാത്രമല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാര്യങ്ങളെല്ലാം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അലി റളിയല്ലാഹു അൻഹു വന്നതെന്ന് മനസ്സിലാക്കിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയൊരു വില കൊടുത്ത് ആ പടയങ്കി വാങ്ങുകയാണ്. വളരെ കുറച്ച് മാത്രം വില കിട്ടാൻ സാധ്യതയുള്ള ആ പടയങ്കി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 470 ദിർഹം നൽകി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇത് വാങ്ങുകയാണ്. പ്രതീക്ഷിക്കാത്ത ഒരു ലാഭം അതിൽ അലി റളിയല്ലാഹു അൻഹു ലഭിക്കുക. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ഒരു പടയങ്കി ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുക, ഇത് എന്നേക്കാൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളല്ലേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായിട്ടും. കാരണം അലി റളിയല്ലാഹു അൻഹു നല്ലൊരു യോദ്ധാവാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ പടയങ്കിയും തിരിച്ചു നൽകിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഒരു വിവാഹ സമ്മാനമാണ്. ആ പടയങ്കിയും തിരിച്ചു നൽകി. അതിനോടൊപ്പം 470 ദിർഹവും ആ ഒരു പ്രതിസന്ധി സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ഗിഫ്റ്റായിട്ട്, ഒരു സഹായമായിട്ട് അത്രയും തുക അലി റളിയല്ലാഹു അൻഹുവിന് നൽകുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഇരട്ടി സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തിരിച്ചെത്തിയിട്ട് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ദഅാലി ഉസ്മാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ എന്ന പോലെ തന്നെ ആ ഒരു സമയത്തും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. കയ്യിൽ 470 ദിർഹം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരല്പം പണം എടുത്തിട്ട് അത്ര ഒരു പെർഫ്യൂം വാങ്ങാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. കാരണം വിവാഹക്കല്ലേ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയണം, എനിക്ക് അതൊന്നും വാങ്ങി യാതൊരു പരിചയമില്ല. ആ സന്ദർഭത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സഹായത്തിന് വേണ്ടി വരികയാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അവർ ഷോപ്പിങ്ങിന് അത്തർ വാങ്ങാൻ വേണ്ടി പോവാണ്. അതേ സന്ദർഭത്തിൽ ബാക്കിയുള്ള പണം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിക്കുകയാണ്. അതായത് സ്ത്രീകൾ മറ്റു കാര്യങ്ങളും വാങ്ങാൻ വേണ്ടി അവരെയും ഏൽപ്പിച്ചു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അവർക്കുള്ള വീടെല്ലാം ഒരുക്കി. ആ വീട് അവർ ഒരു താഴ്വാരത്ത് പോയിട്ട് അവിടെ പോയി ചളിയെല്ലാം കൊണ്ടുവന്ന് അത് കുഴച്ച് ആ രൂപത്തിൽ അവർ വീടെല്ലാം നന്നായി ഒരുക്കി. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഡ്രസ്സും അതായത് വസ്ത്രവും മറ്റും വാങ്ങാൻ വേണ്ടി അവരെയും അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സന്തോഷം. ആ മദീന മുഴുവൻ ആഘോഷിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ വിവാഹം. ആ രൂപത്തിൽ എല്ലാ ആളുകളും അവർ വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് റസൂലുള്ളാഹി അതിനെല്ലാം ബർക്കത്തിന് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ആ വിവാഹ സദ്യ വലീമ ഒരുക്കേണ്ടതുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കാശില്ല. ആ സന്ദർഭത്തിൽ അൻസാറുകളിൽപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ആ സദ്യയും സ്പോൺസർ ചെയ്യുകയാണ്. അങ്ങനെ ആ രൂപത്തിൽ ഒരു ആഘോഷത്തോടു കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മകളുടെ വിവാഹം അവിടെ അരങ്ങേറാണ്. അങ്ങനെ വിവാഹ ദിവസം ആ ക്ഷണിക്കപ്പെട്ട മുഴുവൻ ആളുകളും വിവാഹത്തിന് വേണ്ടി എത്തിച്ചേർന്ന ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ ആ ഒരു പ്രസംഗത്തോടു കൂടെ ആ വിവാഹ കർമ്മം നടന്നു. അതിഥികളെല്ലാം വന്ന് അവിടെ ആ ഭക്ഷണമെല്ലാം കഴിച്ച് അവർ പിരിയാണ്. ആളുകളെല്ലാം പിരിഞ്ഞു പോയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിളിച്ച ആ മണവാട്ടിയെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിക്കുകയാണ്. അത് പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഞാൻ വന്നതിന് ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ എന്ന് അവരോട് പറയണമെന്നും റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകി. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയാക്കി. അതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് ശേഷം ഇശാ കഴിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോവാൻ. അങ്ങനെ വീട്ടിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു പാത്രത്തിൽ ഉളൂ ചെയ്ത്
ആ ഉളൂ ചെയ്ത ആ വെള്ളം എടുത്ത് ആദ്യം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലേക്ക് കുടഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തിൽ കരയാണ്. നമുക്കറിയാം ആ ഒരു പ്രയാസം. ആദ്യമായിട്ട് പിതാവിനെ വിട്ട് ഒരു പുതിയ വീട്ടിലേക്ക് മാറിയതാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, മോളെ വിഷമിക്കേണ്ടതില്ല, കാരണം ഏറ്റവും നല്ല വ്യക്തി, ഏറ്റവും ദൃഢവിശ്വാസമുള്ള ഒരാളുടെ കയ്യിലാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി ആശ്വസിപ്പിച്ച് അതിന് ശേഷം റസൂലുള്ളാഹി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയും റസൂലുള്ളാഹി അവിടെ വെച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി കൈകൾ ഉയർത്തി അല്ലാഹുമ്മ ബാരിക് ഫീഹിമ വ ബാരിക് അലൈഹിമ വ ബാരിക് ഫീ ശിബ്ലിഹിമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലും അവരുടെ തലമുറയിലും അവരുടെ സന്താനങ്ങൾക്കിടയിലെല്ലാം ബർക്കത്തുണ്ടാകാൻ വേണ്ടി റസൂലുള്ളാഹി അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം അവരെ അവിടെ ആക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്നും നടന്നിറങ്ങുകയാണ്. അതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ചരിത്രം. ഇതാണ് ഹിജറ വർഷം 2 നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം. പിന്നീട് ഹിജറ വർഷം 2 അരങ്ങേറുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ബനൂ ഖുറൈള, അതായത് ആ സമൂഹത്തിലെ ബനൂ ഖുറൈളയുമായിട്ട് ബന്ധപ്പെട്ട വളരെ വിവാദപരമായിട്ട് നിരവധി കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അടുത്തതായിട്ട് കടന്നു വരുന്നത്. അതും സംഭവിക്കുന്നത് അതേ വർഷമാണ്. അത് വളരെയധികം വിശദീകരിക്കേണ്ടത് ജൂതരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത് വളരെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനും നാളെ അവരോടൊപ്പം തന്നെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.